നമസ്കാരം. ബേക്കൽ സ്റ്റോറീസിലെ ഇന്നത്തെ വീഡിയോ പതിവിന് വിപരീതമായി നമ്മളെല്ലാവരും പൊതുവേ ഇതിനു മുമ്പ് ഞാൻ എടുത്ത വീഡിയോ എല്ലാം കംപ്ലീറ്റ് നാട്ടിലെ പല വീഡിയോകളായിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോയിലെ പ്രത്യേകത വെച്ചാൽ ഇന്ന് നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ഒരു വീഡിയോ ആണ്. ഉത്തരേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത്. അതിലൊരു സസ്പെൻസാണ്, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്നിപ്പോൾ ഞാനുള്ളത് ആഗ്രയിലാണ്. ആഗ്രയിലെ വേൾഡ് ഹെറിറ്റേജ് ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ കാണാൻ വേണ്ടി ഫാമിലിയായിട്ട് വന്നതാണ്. ഇന്നലെ പുലർച്ചെ 1:30 ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് റോഡ് മാർഗം ഞങ്ങൾ ഒരു 4 ഫാമിലി 15 പേര് ഇറങ്ങുന്ന 4 ഫാമിലി വന്നതാണ്. ഇന്നിപ്പോൾ ആഗ്രയിലെ താജ്മഹൽ കാണാനാണ് ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം ഒരു 6 ദിവസത്തെ ട്രിപ്പുണ്ട്. അതിൽ ആദ്യത്തെ ട്രിപ്പാണ് താജ്മഹൽ. നമുക്ക് താജ്മഹൽ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ താജ്മഹലിൻ്റെ ആദ്യത്തെ മീനാരത്തിനകത്തേക്ക് മെയിൻ എൻട്രൻസിലേക്ക് കടക്കുകയാണ്. ഇന്ന് കുറച്ച് ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കാലാവസ്ഥ കുറച്ച് നല്ല പ്ലസൻ്റായിട്ട് തോന്നി. നമ്മുടെ നാട്ടിൽ അത്ര മഴയില്ലെങ്കിലും ഉത്തരേന്ത്യ മുഴുവനും മഴയായതുകൊണ്ട് ഇവിടെയും അല്പം മഴയുണ്ട്. എന്നാലും നമുക്ക് നമ്മുടെ കറക്കത്തിലൊന്നും അത് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നല്ല സുഖമുള്ള ഒരു കാലാവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ താജ്മഹലിൻ്റെ അടുത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സെപ്റ്റംബർ മാസം ഇന്ന് 1-ാം തീയതിയാണ്. എന്നാലും സീസൺ അല്ലെങ്കിൽ താജ്മഹലിൽ ഒരുപാട് തിരക്കുള്ള സമയമാണ് ഇപ്പോൾ. അല്ലെങ്കിൽ ഇതിനേക്കാളും തിരക്കുണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് തിരക്ക് കുറച്ച് കുറവായതുകൊണ്ട് പെട്ടെന്ന് കയറാൻ പറ്റി. ഓക്കെ. ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട നദികളിലൊന്നായ യമുന നദിയാണിത്. ഇപ്പോൾ നിറഞ്ഞൊഴുകുകയാണ് മഴ കാരണം. താജ്മഹലിൻ്റെ തൊട്ട് പുറകുവശത്തോട് ഓരം ചേർന്ന് ഒഴുകിപ്പോകുന്ന കാഴ്ച വളരെ മനോഹരമാണ്. കുറച്ച് മഴയെല്ലാം ഉണ്ട്. എന്നാലും ഞങ്ങൾ മഴയെല്ലാം അതിജീവിച്ച് മഴയെ ആസ്വദിച്ചുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ഇത് കാണാൻ പറ്റും. താജ്മഹലിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ സംരക്ഷിത മേഖലയാണ്. അതുകൊണ്ട് തന്നെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. അവിടുന്ന് എൻട്രി പോയിന്റിലേക്ക് ഈ ഇലക്ട്രിക് ബഗ്ഗി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പോയത്. പോകുമ്പോൾ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ തിരിച്ച് വരുമ്പോൾ എടുക്കുന്ന വീഡിയോ ആണ്. വളരെ രസകരമായൊരു റൈഡായിട്ട് തോന്നി. ചെറിയ 20 രൂപ ടിക്കറ്റിന് ഞങ്ങൾ ഇവിടെ എത്തി. ബഗ്ഗി റൈഡ് നല്ല എൻജോയ് ചെയ്തു. കാലാവസ്ഥ നല്ല പ്ലസൻ്റ് ആയത് കാരണം ഞങ്ങളിപ്പോൾ താജ്മഹലിൽ നിന്ന് തിരിച്ചു പോകുന്ന റൂട്ടിലാണ്. ഇതിപ്പോൾ നമ്മൾ ഇന്നത്തെ ആഗ്രയിലത്തെ പരിപാടി ഇന്ന് അവസാനിച്ചു. ഇനി തിരിച്ച് ഡൽഹിയിലേക്കാണ്. ഈ കാണുന്നത് ഡൽഹിയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു സീനാണ്. യമുന എക്സ്പ്രസ് ഹൈവേ, ഡൽഹി ആഗ്ര എക്സ്പ്രസ് ഹൈവേ എന്നും അറിയപ്പെടുന്ന ഈ റോഡ് അതിവിശാലമായ റോഡാണ്. ഇരുവശത്തും മരങ്ങളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ ഡൽഹി ലക്ഷ്യമായിട്ട് പോവുകയാണ്. ഉത്തർപ്രദേശ് എന്ന വലിയ ഏരിയ ആയതുകൊണ്ട് അതിവിശാലമായ സ്ഥലവും കൃഷിസ്ഥലവും ഉള്ളതുകൊണ്ട് റോഡ് നിർമ്മാണത്തിന് സ്ഥല സൗകര്യത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.